ഈ റോഡ് തിരുവനന്തപുരം RCCയിൽ നിന്നും നേരെ ഫാർമസി കോളേജ്, MBBSന് പഠിക്കുന്ന കോളേജ്, MLT മെഡിക്കൽ ലാബ് ടെക്നീഷ്യന് പഠിക്കുന്ന സ്ഥലം, അതുപോലെ പ്രിൻസിപ്പൽ ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണ്. ഇതിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് വീപ്പകളും, ടാറിൻ്റെ വീപ്പകളും, ബോർഡുകളും, കൂറ്റൻ പാറക്കല്ലുകളും എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വഴി ഇങ്ങനെ അടച്ചു, ഫ്രണ്ടിലും അവിടെ നിന്ന് അടച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ റോഡിൽ കൂടിയാണ് നടന്നു പോകുന്നവർ മിക്ക ആൾക്കാരും ഇങ്ങോട്ട് താഴോട്ടുള്ള വീടുകളിലേക്കും, അതുപോലെ ഇവിടെ RCCയിലെ രോഗികൾക്ക് വേണ്ടി സൗജന്യമായി കിടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. EK നായനാർ ചാരിറ്റബിൾ ട്രസ്റ്റ്, അതുപോലെ ക്രാബ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ നടന്നു പോകുന്ന വഴിയും കൂടിയാണ്. RCCയിലേക്കും ചിത്രയിലേക്ക് വരുന്ന പേഷ്യൻ്റൊക്കെ വരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നടന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഇത്രയും ഇങ്ങനെ ഈ കെട്ടി വഴി അടച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? വാഹനം പാർക്ക് ചെയ്യുന്നെങ്കിൽ വാഹനത്തിന് പെറ്റടിച്ചാൽ പോരെ, നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് വെച്ചാൽ പോരെ? ഇത്രയും ഈ സ്ഥലം ഒരു ബസ് കയറ്റിയിടുന്ന കണക്കിനാണ് ഈ 4 വാക്കും ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അത് സൂപ്രണ്ടിൻ്റെ ധിക്കാരപരമായ ഈ നടപടി പിൻവലിച്ചേ വെക്കുള്ളൂ. ഈ ബോർഡുകൾ അടിയന്തരമായി എടുത്ത് നീക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതിനൊരു പരിഹാരം കാണുക. ആ റോഡിന് നടുക്കാണ് ഈ വീപ്പ എടുത്ത് വെച്ചിരിക്കുന്നത്, ടാർ വീപ്പ. അതിനിപ്പുറത്തുകൂടെ തന്നെ ഒരു സുഖമായിട്ടൊരു ബസ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിടക്കുകയാണ്. നടന്നു പോകാനുള്ള ഫുട്പാത്തില്ല. ഇതിൻ്റെ ഇടയ്ക്കൂടെ 2 വണ്ടി കടന്നു പോകുന്ന കാര്യം വലിയ പാടാണ്. ഇങ്ങനെ പോയാലും റോഡ് മറിച്ച് അപ്പുറത്ത് കിടക്കാൻ വേണ്ടി ഈ കയറ് ചാടണം. രോഗികൾ പോകുന്ന റോഡാണ്, കയറ് ചാടണം. മറിഞ്ഞടിച്ച് വീണാൽ നേരെ വരുന്ന വണ്ടി കൂടെ ആയിരിക്കും കയറി ഇറങ്ങുന്നത്. ഇതുപോലെ തന്നെ മുമ്പ് ഇവിടെ ചിത്രകര അവിടെ സ്റ്റെച്ചറുകളടക്കം, വീൽചെയർ ഇങ്ങനെയുള്ള പഴയ തുരുമ്പെടുത്ത സാധനങ്ങളെല്ലാം കൂടെ റോഡിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാതെ വേണ്ടി കെട്ടി വെച്ചിരുന്നു. ഇതുപോലെ ഒരു വീഡിയോ എടുത്തിട്ട് കൊടുത്ത് ഉടനെ തന്നെ 2 ദിവസത്തിനകത്ത് തന്നെ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. വാഹനം നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്താൽ അത് പെറ്റിയാണ്. ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഈ കാണിക്കുന്ന സൂപ്രണ്ടിൻ്റെ ധിക്കാരപരമായ നടപടിയാണിത്. അടിയന്തരമായി ഇതെടുത്ത് നീക്കുന്നതിന് വേണ്ടി ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇത് പഴയ വീഡിയോ ഒന്നുമല്ല. ഇന്ന് 17